സാർ, ഈ പ്രിയങ്ക ഗാന്ധിയുടെ MP സ്ഥാനം പോകുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? പ്രിയങ്ക ഗാന്ധി ഈ തൊഴിലാക്കി പോകും. കാരണം ഈ നിവർത്തിയെടുപ്പം എന്തും വിളിച്ചു പറയുക, എന്താണ് രാഷ്ട്രീയം, എന്ത് പറയണമെന്നൊക്കെ അറിയത്തില്ല. ഇപ്പൊ ഈ ബീഹാർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടനാങ്കിൽ അറിയാമല്ലോ, ഓർച്ചോരി യാത്രയായിട്ട് ഇറങ്ങി ആദ്യം ഒന്ന് കയറി കരയ്ക്ക് കയറി, പിന്നെ എങ്ങാണ്ട് ആഫ്രിക്കയിലോ കൊളംബിയയിൽ പോയി നിക്കറൊക്കെ ഇട്ട് നടന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇയാൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ നമ്മുടെ ഹരിയാന തിരഞ്ഞെടുപ്പ് മൊത്തം അട്ടിമറിയായി. എന്തോ ഫയലാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മിഷനെ വിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൊത്തത്തിൽ പിടിച്ചു. നേരത്തെ മിഷനെ ഉള്ളായിരുന്നു, അപ്പൊ കമ്മീഷനെ മൊത്തത്തിൽ പിടിച്ചു. നമ്മുടെ ഭരണഘടനാ സ്ഥാപനത്തെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കി. പുള്ളി ഇങ്ങനെ വർത്തമാനം പറഞ്ഞു 25 ലക്ഷം വോട്ട് കൊള്ള നടത്തിയാണ് ജയിച്ചത്. രാഹുൽ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് മൊത്തം ജയിക്കുന്നത്, ഇപ്പൊ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് വോട്ട് കൊള്ള നടത്തിയാണ്. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞതിന് ശേഷം ആദ്യത്തെ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നലെ അതിന് ശേഷം നടത്തിയ ഒരു പ്രസ്താവന പുള്ളി പറഞ്ഞിരിക്കുന്നത് ജൻസികളെ ബോധ്യപ്പെടുത്തും. ഇവിടെ ഈ ബീഹാറിലും വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ള നടക്കുന്നു, പക്ഷെ ഇവിടുത്തെ ചെറുപ്പക്കാർ അതിനകത്ത് വീഴത്തില്ല, ഞങ്ങൾ തന്നെ ജയിക്കും. എന്താ അർത്ഥം? എന്തുവാ അടുത്ത പ്രാവശ്യം ബീഹാറിലെ കാര്യത്തിന് പുള്ളിക്ക് തീരുമാനമായി. അപ്പൊ ഇപ്പോഴേ അവിടുത്തെ ഈ വോട്ടിന്റെ കണക്ക് പുള്ളിയുടെ ഒന്നുമില്ല, അവിടെ ഒരു പരിപാടി നടക്കത്തില്ല. പുള്ളി പറഞ്ഞാൽ വേറെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു നടത്തിയത്, വേറെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുള്ളിയുടെ മൊത്തം നടത്തിയത്. അങ്ങനെ ഈ പുള്ളിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ടി 100 വന്നത്, കഴിഞ്ഞ പ്രാവശ്യം 41 ഉള്ളായിരുന്നു. 100 വന്ന് പുള്ളി അവിടുന്ന് പ്രത്യേകം കൊണ്ടുവന്ന് സാധനം കൊണ്ടുവന്ന് ഇവിടെ നടത്തി. അങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു. അപ്പം ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനകത്ത് 2 പേരും ഇറങ്ങിയിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി. 2 പേരുടെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. ആ തേജസ്വി യാദവ് 2 കൈയെടുത്ത് തൊഴുവോ, എൻ്റെ മണ്ഡലത്തിൽ വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ, എങ്ങോട്ട് വരല്ലേ. കാരണം ആദ്യം ഒരു നല്ല സാധ്യതയായിരുന്നു അവർക്ക് എന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ എനിക്ക് പറയാം, പറച്ചിലാണ് നല്ല സാധ്യതയായിരുന്നു തേജസ്വി യാദവ്. കാരണം മറ്റേയാൾക്ക് മൂക്കേതാ നാക്കേതാന്ന് അറിയത്തില്ല, ഓർമ്മയില്ല, മുക്കണമില്ല, നിതീഷ് കുമാറിന് അയാളുടെ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ കുറ്റം പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഇയാൾക്ക് നല്ല സതിയാൾ ചെറുപ്പക്കാരനാണ്. ആൾക്കാർ ഈ പഴയ കൊള്ളിവെപ്പൊക്കെ മറന്ന് ഇയാളെ വരുത്താൻ വെച്ചിട്ട് ഇയാൾ ഒരു വോട്ട് ചോരി യാത്ര അവിടെ അവിടെ ചെടി പിന്നെ ഇട്ട ബുള്ളറ്റും ഒക്കെ ഓടിച്ച് ഇങ്ങനെ വന്ന് അവസാനം ആർക്കും കയറിയില്ല. പറഞ്ഞതുപോലെ കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറയുന്ന പോലെ അവൻ ഈ കോൺഗ്രസിന്റെ സ്റ്റേജ് ആരാട്ട് റോഡെ പോയി ഒരുത്തം കയറി മോദിയാകുമ്പോ തീർത്ത ഗീതോ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് മറ്റു കുറച്ച് അതോടുകൂടി അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. സമാപന സമ്മേളനം കഴിഞ്ഞാൽ പോയത്. പുള്ളിയാഴ്ച കുഴപ്പമൊന്നുമില്ല. അവിടെ നോക്കിയപ്പോൾ ഇയാളും ഉണ്ട്, ഇയാളുടെ കുറെ കൂട്ടാളികളും ഉണ്ട്, അത്രേ ഉള്ളൂ. അവിടുന്ന് പുള്ളി കൊളംബിയ പോയിട്ട് തേജസ്വി യാദവ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, എല്ലാം ആക്കി. ഇയാളെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടില്ല. അവസാനം ഇയാൾ ചാടി കയറി പെങ്ങളെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നു. അപ്പൊ ഇയാൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ സംസാരിച്ചു. സംസാരത്തിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, ഇതിനകത്ത് ബീഹാറിലും ഈ പറഞ്ഞതുപോലെ വോട്ട് കൊള്ള നടക്കുന്നു. അവിടുത്തെ ചെറുപ്പക്കാർ പക്ഷെ അതിന് വിധേയപ്പെടത്തില്ല. വോട്ട് കൊള്ള നടത്തിയാലും ഞങ്ങൾ തന്നെ ജയിക്കും, അങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതിന്റെ കൂടെ ചേച്ചി ഇന്നലെ കയറി പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മര്യാദയ്ക്കിരുന്നു, നേരെ ചൊവ്വേ വിരമിക്കുന്ന ഒരവസ്ഥയില്ല. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തി. അല്ലെങ്കിൽ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും അല്ലെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗവൃന്ദം, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഇതിന് പ്രത്യേക അധികാരമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെന്നുള്ള കാര്യം എന്തുവാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞത് നേരത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്തോ ആദ്യമേ ശേഷം ഇത്രയും വില ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് വലിയ ജുഡീഷ്യൽ പവർ ഉള്ളതാണ്. ആയവരെടുത്താ പറഞ്ഞേക്കുന്നത് ഇയാൾ മര്യാദയ്ക്ക് വിരമിക്കത്തില്ല. ഇതൊരു പക്ഷേ തട്ടും, അല്ലെങ്കിൽ കൈകാര്യം ഓടിക്കും, അല്ലെങ്കിൽ ഇയാൾ വിരമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വയമായിട്ട് ജീവിക്കാൻ പറ്റും. തട്ടും എന്ന് പറയുന്നത് മര്യാദയ്ക്ക് വിരമിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. ഇയാള് ഈ പറയുന്ന പോലെ മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇയാൾ മര്യാദയ്ക്ക് വിരമിക്കത്തില്ലെന്ന്, അതല്ലേ അതിന്റെ അർത്ഥം. SIR വേണ്ടെന്ന്. SIR എന്ന് പറഞ്ഞാൽ എന്തോ, അതായത് റോഹിംഗ്യൻസിന്റെയും അല്ലെങ്കിൽ ബംഗ്ലാദേശികളെയും ഇന്ത്യക്കകത്ത് അല്ലാത്തവർ, ഇന്ത്യക്കകത്ത് വോട്ടിന് അർഹത ഇല്ലാത്തവരുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ഷേപം നിൽക്കുന്നു. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കുന്നത്. അതിന് അവർ കുഴപ്പം, അതിനായി പ്രശ്നം. SIR നടപ്പാക്കത്തില്ലെന്ന് പറയുന്നതിന്റെ എന്ത് യുക്തി? അയാൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊത്തം പ്രശ്നമാണ്, ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇരട്ട വോട്ട് നടക്കുന്നുണ്ട്, ഇരട്ടിപ്പ് നടക്കുന്നുണ്ട്, മരിച്ചവരൊക്കെ ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ ചില സാഹചര്യത്തിലൊക്കെ മാറ്റാൻ പറ്റാതെ വരും. പിന്നെ ഇതൊക്കെ നോക്കി മാറ്റി അല്ലെങ്കിൽ ക്ലിയർ ആണോ എന്ന് പലവട്ടം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ, അതിന് അവസരം കൊടുക്കുമ്പോൾ ഒക്കെ ഇവർക്ക് ചെയ്തുകൂടെ?
അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അതിന് ചെയ്യാൻ പറ്റുന്ന അധികാരം പാർട്ടികൾ കൊടുത്തിട്ടുണ്ടല്ലോ. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് പ്രത്യേക സ്റ്റാഫൊന്നുമില്ല. അവരിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വിളിച്ച് പറയും തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള സ്റ്റാഫിനെ തരാം, കൊടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അയാൾ പോകേണ്ടി വരും. കാരണം അത് വേറെ ഭരണഘടനാ സ്ഥാപനം, അതിന്റെ അധികാരം വേറെയാണ്. കാരണം ജനാധിപത്യ സംവിധാനത്തിനകത്ത് വേണ്ട കാര്യങ്ങൾ നടത്തുന്നതിന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓരോ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയല്ലേ ഒക്കെ, അംഗൻവാടി ടീച്ചർമാരെ വരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ അവർ പറയുന്ന കൊടുക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ കൊടുക്കത്തില്ല, നമ്മൾ ഇവിടെ നിന്ന് പറയാം, ഞങ്ങൾ തിരസ്കരിക്കും. SIR ഇവിടെ നടപ്പാക്കാതെ എവിടെ നടപ്പാക്കാത്തത്? ഈ സാധാരണക്കാർ പിന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഏറ്റവും അവസാനം ഈ ഡിക്റ്റേഷൻ തൊട്ട് പറഞ്ഞ മോദി, അയ്യോ പിണറായി ക്ലീൻ ആണ്, ഹേളി പറയുന്ന കുഴപ്പക്കാരനൊന്നുമല്ല. അതുകൊണ്ടല്ലേ ഈ നരേന്ദ്രമോദിക്ക് വലിയ ഇഷ്ടം. ഏറ്റവും അത് ഡിക്റ്റേഷൻ പണിഞ്ഞു കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ പിന്നെ കിടക്കും. മോദിയുടെ ഒക്കെ കെയർ ഓഫുള്ള BJP ഭരിക്കുന്നതൊക്കെ ഡിക്റ്റേറ്റേഴ്സ് സെന്റർ പിന്നെ പണിഞ്ഞ്. ഇവിടെ CA അത് പിടിക്കുന്നവരെ പണിയുള്ള ആദ്യമേ പണിഞ്ഞിട്ട് കൊടുത്തു. എല്ലാം പുള്ളി ആദ്യം എന്നപ്പോ പുള്ളിയെടുത്ത് പണ്ട് നേരത്തെ പറഞ്ഞിട്ട് ആദ്യം എന്ന് പറഞ്ഞിട്ടാ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ശരിയാക്കണം കേട്ടോ. മറ്റേ ആ റോഡിന്റെ കാര്യത്തിനകത്ത് അവിടെ വലിയ പ്രശ്നം. കോൺഗ്രസ്സുകാരൊക്കെ അവിടുത്തെ മുസ്ലിം ലീഗുകാരൻ പറഞ്ഞു നിൽക്കുക. ഇങ്ങോട്ട് വന്ന് കൊള്ളാവുന്ന 2-3 പോലീസുകാരെ അങ്ങോട്ട് ഇട്ടിട്ട് സമരത്തിൽ കിടന്നു നടുവിനെല്ലാം അടിച്ചങ്ങോട്ട് പിടിപ്പിച്ചു. ഗെയിലും ഇല്ല, മയിലും ഇല്ല. റോഡ് വേണേ റോഡ് പണിഞ്ഞോ, ഗെയിൽ വേണേ ഗെയിൽ പണിഞ്ഞോ, ഗെയിൽ കൊണ്ടുവന്നു എന്താ നടക്കത്തില്ല, നിങ്ങൾ ചിമ്പ് കൊണ്ടും പിന്നും ഒന്നും നിന്നില്ലല്ലോ. ആമ്പിള്ളേരായിട്ടുള്ള ഒന്നുകൊണ്ട് SP-മാരുണ്ടായിരുന്നു, അവരെ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുത്ത് മോന്റെ വടി കാണുമ്പോഴും അവന്മാർ തൊപ്പിയും കളഞ്ഞ് മുണ്ടും PFIക്കാരനൊക്കെ ആയിരുന്നു. ഓടി അവരെ അറിയാലേ, അതുകൊണ്ട് ചേർത്തേക്കാന്ന് പറഞ്ഞത് പറയുന്ന പറച്ചിലേ ഉള്ളൂ. നിന്റെ വീട് എനിക്കറിയോ, നാടെനിക്കറിയോ, അച്ഛനെ എനിക്കറിയോ, നിന്നെ എനിക്കറിയാന്ന് പറഞ്ഞാൽ പിന്നെ അവനെ വീട്ടിൽ നോക്കിയാൽ മതി. മനസ്സിലായി? നിന്നെ എനിക്കറിയാവിടെ എന്ന് പറയുമ്പോ വീട്ടിൽ നോക്കിയാൽ മതി. അപ്പൊ ഇതവന്റെയൊക്കെ അവസ്ഥ. അപ്പൊ ഇതുകൊണ്ട് ഈ മോദിക്ക് ഇയാളെ വലിയ ഇഷ്ടമാണ്. അല്ല ഇയാൾ ഈ പറയുന്ന പോലെ കാര്യപ്രാപ്തി ഉള്ളവരും കൊള്ളാവുന്നവരും കാര്യങ്ങൾ നടത്താൻ കൊള്ളാവുന്നവരുണ്ട്. പിന്നെ ഈ പറയുന്നവർക്ക് ഇവിടെ നിന്ന് മൂത്ത അമ്മൂട് സാന്ന് പറയുന്ന ഇവിടെ വികസന പുള്ളിയുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ പ്രിയങ്ക ഗാന്ധിക്ക് രാഷ്ട്രീയം എന്തോന്ന് അറിയത്തില്ല. എൻ്റെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നു. അമ്മൂമ്മയുടെ മൂക്കും നെറ്റിയും തലമുടി എല്ലാം എനിക്കുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രിയാവാം. അപ്പൊ ഈ സാഹചര്യത്തില് ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത ഒരു അവസരം കേരളത്തിലുണ്ടല്ലോ. ഇവിടെ കൊണ്ടങ്ങോട്ട് നിർത്തി കൊടുത്താൽ മതി. നെഹ്റു ഫാമിലി വന്നിട്ട് വോട്ട് നിരത്തി അങ്ങ് ചെയ്ത് കൊടുക്കും. ഇതിനെ ആക്കും. ഇനി അടുത്ത ഇത് കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. 2 പിള്ളേരുണ്ടായിരുന്നു, രണ്ടിനെയും കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിനെ മാറ്റി അതിനെ പ്ലേസ് ചെയ്യാൻ പേരും മാറ്റി. അതുകൊണ്ട് കുൽക്കുബുൽക്കി എന്നാണ് പേര്. ഇപ്പൊ അത് മാറ്റി റോഹൻ ആയിരുന്നു പേര്. ഇപ്പൊ മാറ്റി ഇനി രാമനോ ചന്ദ്രനോ വല്ല കാണാൻ ഇവിടെ മെച്ചം. അല്ലെങ്കിൽ വയനാടായതുകൊണ്ട് ചിലപ്പം ഈ സലാം സുലാന്ന് വല്ലതും വന്നാലും നമ്മൾ അതിശയപ്പെടാൻ. ഏതായാലും MP ആവണം, അതിനു വേണ്ടിയുള്ള സംവിധാനം ആവണം. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയിലേക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. 19 കൊല്ലം അവരെ ഭരിച്ചിരുന്നത്. അധികാരത്തിൽ നിന്ന് ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ VP സിംഗ് പോലുള്ള സാധനം വന്നും അല്ലെങ്കിൽ 3-ാം മണി പോലുള്ള സാധനം വന്നും തിരിച്ചു വരുമായിരുന്നു. അപ്പൊ ഈ നേരത്തെ ഈ പാമ്പിടിച്ച് മൻമോഹൻ സിംഗിനെ ആക്കി. അന്നേരം ഈ അടുത്ത് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി ആവുന്നോ? ഇല്ല, ഞാൻ പട്ടായി പോയിട്ട് വരാം. പട്ടായി എപ്പോഴും ഇരിക്കുവാന്നല്ലേ പുള്ളിക്ക് സീറ്റ്. ഇയാള് അവിടെ പോയിട്ട് വന്നു. മൻമോഹൻ സിംഗിന്റെ 10 കൊല്ലത്തെ കാലം കഴിഞ്ഞു. അപ്പൊ മൻമോഹൻ സിംഗിനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ പറയത്തില്ലേ ഈ സാധനം അശ്വത്ഥമാവുന്ന ആനയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ദ്രോണറെ വധിച്ച ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൻമോഹൻ സിംഗിനെ ഇരുത്തിക്കൊണ്ട് ഭയങ്കര കൊള്ളയായിരുന്നു. ചിരിക്കാൻ പറഞ്ഞല്ല, ഈ 10 കൊല്ലം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നത് ഇന്ത്യയിൽ. ആണ് ഖജനാവ് മൊത്തത്തിൽ ഷിപ്പ് കണക്കിന് സാധനങ്ങൾ ഇറ്റലിയിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് വ്യക്തത വരുത്തി പറയാൻ നമുക്കറിയത്തില്ല. അങ്ങനത്തെ ഇവരുടെ ഗേറ്റിന്റെ മുമ്പിൽ കാവൽ നിന്നവന്റെ ഒരു ദിവസത്തെ പടി മാത്രം 5 ലക്ഷം രൂപ 6 ലക്ഷം വരുമെന്ന് പറഞ്ഞു. കാരണം ഇവരെ കാണാൻ, സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി വ്യവസായികളും മറ്റൊരു മറിച്ചൊക്കെ വരുമല്ലോ. അതിന് അവന് വേണേ പരിഗണന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ മാറി അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ സത്യം ഇത് ഞാൻ എൻ്റെ ഒരാൾ പറയാം. അത്രയ്ക്ക് വലിയ കൊള്ളയാണ് ഈ 10 കൊല്ലം എന്ന് പറയുന്നത്. അപ്പൊ കൊള്ള നടത്തിയത് പ്രധാനമായിട്ട് ഇവർക്ക് താല്പര്യം മകനെക്കാട്ടി മകളോടായിരുന്നു. ഇപ്പൊ മരുമോനുണ്ടല്ലോ റോബർട്ട് വേദ്ര, അവന് വേണ്ടി കൂടാനുകൂടിയില്ലേ ഇവർക്ക്. എത്ര അഴിമതിയാണ് നടന്നത് ഈ 10 കൊല്ലത്തിനകത്ത്. ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ മൊത്തം ഭൂമി കൊള്ള നടന്നിരുന്നില്ലേ. അതുപോലെ എത്ര കേസാണ് അതിൻ്റെ പേരിലുള്ളത്. അപ്പൊ ഇതേ രീതി കൊള്ള നടത്തിയിട്ട് ഇയാളെ മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യത്തെ വരും. അപ്പം പുള്ളിക്ക് അപ്പോഴത്തേന് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ സീറ്റ് ഇല്ല, മോദിയുടെ കയ്യിലായിപ്പോയി. അപ്പം ഒരു വട്ടം ക്ഷമിച്ചു. അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്
എടാ ഇത് ഒരു വട്ടമാണോ 2 വട്ടമാണോ 3ാമത് എന്തോ മാർഗം നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ ഇപ്പൊ ദേഷ്യമായി, ചേട്ടനും ദേഷ്യമായി, ചേച്ചിക്കും ദേഷ്യമായി, കൂടെ വയ്ക്കുന്നവരും ദേഷ്യമായി, സോറസപ്പൂപ്പനും ദേഷ്യമായി, അമേരിക്കയ്ക്കും ദേഷ്യമായി, ആകപ്പാടെ ദേഷ്യം വന്ന് പ്രഷർ നമുക്ക് കൂടി കഴിഞ്ഞപ്പോ എനിക്കാരും തന്നെക്കാരും നമ്മളൊരു ആഗ്രഹമായിട്ട് നിൽക്കുക. ക്ഷമിക്കും എന്താ പറയാ, ക്ഷമിക്കും നമുക്ക് അടിച്ചു ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും. ഇപ്പൊ അതായി കൊച്ചു പൊട്ടിത്തെറിക്കും. ഇപ്പം ഉള്ളതും പോടാ സൊള്ളക്കണ്ണാന്നാവോന്ന് അറിയത്തില്ല. MP സ്ഥാനം എങ്ങാനും പോകുന്നവർ കൃത്യമായിട്ട് നടപടി എടുത്താൽ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പോയാലും കുഴപ്പമില്ല, ചെറുക്കം നിൽപ്പുണ്ട്. അതെ, ചെറുക്കനെ